ഏകദേശം പോർഷൻസ് എല്ലാം പഠിച്ച് തീർന്നു കഴിഞ്ഞു. നമുക്ക് എക്സാമിനായി കഴിഞ്ഞ് നമുക്കൊരു അന്തിമ റിവിഷനിലേക്ക് കടക്കാം. അവസാനഘട്ട റിവിഷൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ മോഡൽ ഏകദേശം നിങ്ങൾക്ക് അറിയാമല്ലോ. ആ പാറ്റേൺ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത അതെല്ലാം നിങ്ങൾക്ക് ഏകദേശം അറിയായിരിക്കുമല്ലോ അല്ലേ. എന്താണ് നമുക്ക് ഇപ്പോൾ ആദ്യം ഒരു പാസേജ്, ഒരുപക്ഷെ അതൊരു പാസേജ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു പോയവും ആകാം. നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്കും അങ്ങനെ ആയിരുന്നു വന്നത്. അപ്പോൾ ആ ഒരു പോയം കിട്ടുമ്പോഴേക്കും അത് നന്നായിട്ട് വായിച്ചു നോക്കുക. 2-3 പ്രാവശ്യം വായിച്ചു നോക്കണം കേട്ടോ. ആദ്യമേ ക്വസ്റ്റ്യൻ കൈ കിട്ടി കഴിയുമ്പോഴേ പെട്ടെന്നൊന്ന് ഓടിച്ച് വായിച്ചു നോക്കണം. ക്വസ്റ്റ്യനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, പെട്ടെന്ന് നിങ്ങൾ പഠിച്ചതാണോ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് വേഗത്തിലൊന്ന്, ഒരുപാട് സമയം കളയാതെ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് സമയം, ഷാർപ്പ് ടൈമിംഗ് ആയിരിക്കണം. ഇപ്പം നിങ്ങളിപ്പോൾ വീട്ടിലിരുന്ന് എക്സാം എഴുതുകയാണ്, അപ്പോഴെന്താണ് നിങ്ങൾ എഴുതാൻ പോകുന്ന സമയം കറക്റ്റ് ഒരു സമയം നോക്കി വെക്കുക. അത് പിന്നീട് എഴുതി തീർന്നതിന് ശേഷം മാത്രമേ മറ്റൊരു കാര്യത്തിന് വേണ്ടി പോകാവൂ കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ആ 3 മണിക്കൂർ നമുക്ക് 80 മാർക്കിൻ്റെ എക്സാമാണ്. അപ്പോഴത്തേന് അത് അത്രയും നമ്മൾ എഴുതി തീർന്നതിന് ശേഷം മാത്രം കറക്റ്റ് ആ 3 മണിക്കൂറിനകത്ത് നമ്മൾ എഴുതി തീർന്നിരിക്കണം. അടുത്ത വർഷം നമ്മൾ ബോർഡ് എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുന്ന കുട്ടികളാണ് നിങ്ങൾ. അപ്പോഴൊക്കെ കൃത്യമായിട്ട് ആ സമയത്തിന് 3 മണിക്കൂറിനകം നമ്മൾ എക്സാം എഴുതി തീരുക. അപ്പോൾ ടൈമിങ് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ മോഡൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് ആദ്യം ഒരു പാസേജോ ഒരു പോയമോ തരും. അത് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് അതിന് എൻ്റെ താഴെ ചോദ്യങ്ങൾ കാണും. അതിൽ നിന്ന് നമുക്ക് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനുള്ളതാണ്. അത് പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ് പാസേജിനകത്തുനിന്ന് ആൻസർ എഴുതുക എന്നുള്ളത്. അപ്പോൾ അത് നോക്കിക്കോണം മക്കളെ. നിങ്ങൾ കൃത്യമായിട്ട് നന്നായിട്ട് വായിച്ച് നോക്കുക. അത് പോയമാണെങ്കിൽ ഒരുപക്ഷെ ഗദ്യം എഴുതുന്നതിന് അത്രയും എളുപ്പമായിരിക്കത്തില്ല, ഒന്നും കൂടി ഡീപ്പായിട്ട് വായിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് വായിച്ച് നോക്കുക. പിന്നെന്താണ്, പിന്നെ നമുക്ക് ഈ ആൻസറുകൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. എന്താണ് ഈ ശരിയായിട്ടുള്ള ഉത്തരം, നമ്മളുടെ ഇപ്പം അർത്ഥം, പര്യായം, വിപരീത പദം, നാനാർത്ഥം ഒക്കെ വരുന്നുണ്ടല്ലോ. അത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമല്ലാത്ത പദം ഏത്, അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അതിൻ്റെ ശരിയായ അർത്ഥമല്ലാത്തത്, ഇതിൻ്റെ ശരിയായ പദം ഏത്, എന്നിട്ട് ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് കൂടി കൊടുത്തേക്കും. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കുക ബ്രാക്കറ്റിൽ ഓപ്ഷനൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ എളുപ്പമായിരിക്കും, ഉത്തരം എളുപ്പം എടുത്ത് എഴുതിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് ആ ചോദ്യം കാണുമ്പോഴാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. എന്താണ്, അയ്യോ അതിൻ്റെ ഉത്തരം ഇതാണോ, അയ്യോ ഇതല്ലേ, അടുത്തതാണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് അന്നേരം വരാം. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി എന്താണ്, നല്ല തറവായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ പിന്നെ ആ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒറ്റവാക്കിലുള്ള ഉത്തരം എഴുതാനൊക്കെ അറിയാം. പ്രയോഗം മാറ്റുക എന്നുള്ള സംഭവം അറിയാമല്ലോ നിങ്ങളെ. പ്രയോഗം മാറ്റാനുള്ളത് എന്താണ്, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രയോഗം മാറ്റാനും അംഗവാക്യം അംഗിവാക്യം വേർതിരിച്ചറിയാൻ, പിന്നെ നമ്മളുടെ സെൻറ്റൻസ് കറക്ഷൻ, വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ എഴുതാനുള്ളത് അത് നോക്കിയിട്ട്, പിന്നെ നമുക്ക് വിധിവാക്യവും നിഷേധവാക്യവും ഉണ്ട്. അമ്മ നോക്കിയൊരു എന്താണ് പിന്നെ വിധിവാക്യവും നിഷേധവാക്യവും എങ്ങനെയാണ്. ഇപ്പോൾ എന്താണ്, അമ്മ അത്താഴത്തിന് വിഭവസമൃദ്ധമായ ആഹാരം ശരിയാക്കി വെച്ചു. അപ്പോൾ നമ്മൾ നിഷേധവാക്യമാകുക ശരിയാക്കി വെക്കാതിരുന്നില്ല, അങ്ങനെയാണ് അതിൻ്റെ നിഷേധവാക്യം. ഇത് എളുപ്പമുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് എന്താണ്, ചോദ്യോത്തരങ്ങൾ വരുന്നുണ്ട്. ചോദ്യോത്തരങ്ങളാണെങ്കിൽ തന്നെ എന്താണ്, നമുക്ക് നമ്മുടെ പുസ്തകത്തിനകത്തു നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമേ നമുക്ക് എക്സാമിന് ചോദിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്, ഒരു നോക്കിയേ ഉപന്യാസം എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഉപന്യാസം എഴുതാൻ വേണ്ടിയിട്ട് അതെന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ ഇപ്പോഴത്തെ ആ ഒരു സാമൂഹിക ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊറോണ പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊറോണ പ്രോബ്ലം തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. പിന്നെ നമുക്ക് ചുറ്റും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താകാനും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെന്താണ്, കത്ത് തയ്യാറാക്കാൻ, ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്, കത്ത് തയ്യാറാക്കാനുള്ളൊരു ചോദ്യം ഉണ്ടാകും. അപ്പോൾ കത്തിൻ്റെ ഫോർമാലിറ്റിയൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ അതെല്ലാം. അപ്പോൾ കത്ത് തയ്യാറാക്കാനുള്ളത്
പഠിച്ചുകൊണ്ട് വരിക. ആ പഠിച്ചുകൊണ്ട് വരിക എന്ന് തന്നെ പഠിക്കുക. അതിനുള്ള ചോദ്യങ്ങൾ എപ്പോഴാണെങ്കിലും എക്സാമിന് കാണുന്നതാണ് കത്ത് തയ്യാറാക്കാനുള്ള ചോദ്യങ്ങൾ. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പത്ര റിപ്പോർട്ട് തയ്യാറാക്കാൻ ഫസ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെ പുസ്തകം നമുക്കിപ്പോൾ എന്താണ് വളരെ കുറച്ച് പാഠഭാഗങ്ങൾ മാത്രമല്ലേ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. വളരെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിനകത്തുനിന്ന് എന്താണ് ഒരു 3-4 ചാപ്റ്റർ CBSE ഏകദേശം 30% മാർക്കുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും എന്താണ് ബാക്കിക്കകത്തുനിന്നും നമ്മൾ കുറച്ച് പാഠങ്ങൾ കൂടി അവോയ്ഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ ഏതൊക്കെയാണ് മലയാളത്തിൻ്റെ പോർഷൻ തന്നിരിക്കുന്നതെന്ന് നോക്കിയേ. നമ്മൾ കാളകളുണ്ട്, അമ്പാടിയിലേക്കുണ്ട്, അതേ പ്രാർത്ഥന, വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം, 2 ടാക്സികൾ. 5 പാഠഭാഗം മാത്രമേ നിങ്ങളുടെ ഫൈനൽ എക്സാമിലേക്ക് ചോദിക്കുന്നുള്ളൂ. 5 പാഠങ്ങൾ മാത്രം. ആ 5 നന്ന പച്ചോളം കണക്ക് പഠിക്കുക. പിന്നെന്താണ് നമ്മൾ തേജസ്വിയായ വാഗ്മിയുണ്ട്. തേജസ്വിയായ വാഗ്മി എന്താണ് ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി, കഥയായിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനകത്ത് പാടില്ല നിങ്ങൾക്കത് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. നോക്കിയേ, ഇപ്പോൾ ഞാൻ അതേ പ്രാർത്ഥന ഒന്ന് പറഞ്ഞുതരാമേ. ഈ നോട്ട്ബുക്ക് അത് ശ്രദ്ധിച്ചോളെ മക്കളെ. അനധ്യായം ഔപചാരികമായ പഠനമില്ലാത്തത് അനധ്യായം. പ്രഭാതാംശു പ്രഭാത കിരണമാണ്. തോപ്പ് തോട്ടം. കലുഷം കലങ്ങിയത്. സ്വർലോകം സ്വർഗലോകം. അർത്ഥിക്കുക അപേക്ഷിക്കുക. ആക്രോശിക്കുക ഉച്ചത്തിൽ പറയുക. സാധോ സാധു എന്ന് പറഞ്ഞാൽ യോഗ്യനാണ്. സജ്ജനത്തിനെ നമ്മൾ സാധു എന്ന് പറയും. സജ്ജനം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല ജനങ്ങൾ, സജ്ജനം. പരിസ്ഫുരൻ ഉദിച്ചുയരുന്നയാണ്. അംശു രശ്മിയാണ്. പല്ലവം എന്താണ് തളിര്. മൊഴിഞ്ഞു പറഞ്ഞു. ഏവം ഇപ്രകാരം. മാഗന്ധം തേന്മാവ്. മാഗന്ധം ചൂതം ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എനിക്ക്. നോക്കി മാവ് എന്നതിൻ്റെ പേര് നോക്കി. ചൂതം, ആമ്രം, മധുഫല. മധുഫല എന്ന് പറയുന്നത് നല്ല മാങ്ങയുടെ രുചി എന്താണ്, നല്ല മധുരമല്ലേ മാങ്ങയുടെ രുചി. മധുഫല എന്ന് പേര് വരുന്നത്. അടുത്ത് നോക്കി പൂവ്, പുഷ്പം, മലർ, സൂനം, രത്നം, മണി, വസു, ഉപ്പലം. കാക്ക നോക്കിയ ബെനിഫുക്ക്, പായസം, ഏകദൃഷ്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ട് കാക്കയുടെ ഒരു കണ്ണ് കാണാൻ പറ്റാത്തതാണ്. കാക്ക ഇങ്ങനെ തലതിരിച്ച് നോക്കുന്നത്. ശ്രദ്ധിച്ചാൽ മതി കാക്ക കാണുമ്പോൾ കേട്ടോ. അടുത്ത് നോക്കി ചിറക്, പക്ഷം, പത്രം, ഛത. മരം എന്താണ് തരു, പാതപം, ശാഖി. അടുത്ത സമാസം നോക്കിക്കേ. മാണിക്യ രക്തം. മാണിക്യമാകുന്ന രക്തമാണ് മാണിക്യ രക്തം. ആകുന്ന വരുമ്പോഴത്തേന് അതിൻ്റെ സമാസം ഏതാണോ രൂപക തൽപുരുഷനാണ്. അടുത്ത മായിക നഗരം. മായികമായ നഗരം. ആയ വരുമ്പോഴത്തേന് കർമ്മധാരയിലാണ്. നിങ്ങളത് ഓർക്കുന്നുണ്ടോ? വേണ്ടൊന്ന് ഗ്രാമറിനകത്ത് വ്യാകരണത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. കർമ്മ നിർദ്ദേശിക കർത്ത, പ്രതിഗ്രാഹിക കർമ്മമേ, കൊണ്ട് സംയോജിക സാക്ഷി, സ്വാമി ഉദ്ദേശിക ആൽ പ്രയോജികയാം ഹേതു, ഉടേ സംബന്ധിക സ്വത, ആധാരിക വിഗ്രസം, ഇൽക്കൽ പ്രത്യയമായവ. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. വേണം നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളേത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വേണം വിശ്വസിക്കുന്നു. പിന്നെന്താണ് സഫല ജന്മം. സഫലമായ ജന്മം. പാദവക്ക്, പാതയുടെ വക്കാണ്. ഇവിടെ വരുമ്പം സംബന്ധിക്കാത്ത പുരുഷനാണ്. അടുത്ത നോക്കി നിങ്ങളുടെ സന്ധിയാണ്. ആഗമസന്ധിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. വെറുതെ ആയില്ല, വെറുതെ അധികം ആയില്ല. പിന്നെന്താ പൊഴിയാതെ ഉണ്ണികൾ. പൊഴിയാതെ അധികം ഉണ്ണികൾ. അത് രണ്ടും കൂടെ ചിലപ്പോൾ ആഗമിക്കുകയാണ് അവിടെ. മുതിർന്നേ ഉള്ളൂ, മുതിർന്നേ അധികം ഉള്ളൂ. അടുത്ത നോക്കിക്കേ നിക്ഷേപം ഓരോന്നും. നിക്ഷേപം അധികം ഓരോന്നും. 1000 അണ്ണാർക്കണ്ണന്മാർ. 1000 അധികം അണ്ണാർക്കണ്ണന്മാർ. എല്ലാം എല്ലാം. എല്ലാം അധികം എല്ലാം. വസന്തത്തോട് അർത്ഥിക്കുകയായി. വസന്തത്തോട് വർദ്ധിക്കുകയായി. വസന്തത്തോട് വർദ്ധിക്കുകയെന്ന് വെച്ചാൽ വസന്തത്തോടും അധികം അർത്ഥിക്കുകയായി. ഋതുസന്ധി നോക്കിയേ. വഴിപ്പണി. വഴി അധികം പണി. വിരിയിൽ പതിഞ്ഞു. വിരിയിലധികം
പതിഞ്ഞു വരും. അയൽപാത അയൽ അധികം പാത അപ്പോൾ ഇരട്ടിക്കുകയാണ്. ദ്വിത്വസന്ധി വരുമ്പോൾ എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവിടെ ഒരു വർണ്ണം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. നോക്കിയേ, വഴിപ്പണി എന്ന് വെച്ചാൽ വഴി അധികം പണി വരുമ്പോൾ വഴിപ്പണി എന്ന് വരും. വഴി അധികം പണി വഴിപ്പണിയാണ്. വിരിയിലധികം പതിച്ചു വിരിയിൽ പതിച്ചു, ഇപ്പ ഇരട്ടിക്കുകയാണ്. അയലധികം പാത അയൽപാത, ഇപ്പ ഇരട്ടിക്കുകയാണ്. അടുത്ത നോക്കിക്കേ, പഠിപ്പിച്ചത് അധികം അതിനെ ചൊല്ലി. പഠിപ്പിച്ചത് അധികം അതിനെ ചൊല്ലി. എന്താണ്? പഠിപ്പിച്ചത് അതിനെ ചൊല്ലി എന്നാണ് വരുന്നത്. പഠിപ്പിച്ചത് അതിനെ ചൊല്ലി. അപ്പോഴെന്താണ്? ആ പഠിപ്പിച്ചത് അധികം അതിനെ ചൂണ്ടി എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചത് അതിനെ ചൂണ്ടി. അവിടെ എന്താണ്? എന്ത് ചെയ്യുകയാണ്? അവിടെ ലോപിച്ചു പോവുകയാണ്, ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് സന്ധി. എന്താണ്? ചുഴുന്ന് അധികം ഊതി ചുഴുന്നൂതി, ചുഴുന്ന് അധികം ഊതി. അപ്പോഴാ അവിടെ മാറിയിട്ട് അങ്ങനെ ഇല്ലാതായി പോവുകയല്ലേ അവിടെ. അതാണ് ലോപസന്ധി, ലോപിച്ചു പോവുകയാണ് ചെയ്യുന്നത്. വേറെ അധികം എന്തുള്ളൂ? വേറെന്തുള്ളൂ. വേറെ അധികം എന്തുള്ളൂ? വേറെന്തുള്ളൂ. വിപരീതപദം നോക്കിയ സമൃദ്ധി ദാരിദ്ര്യം, അധ്യായം അനധ്യായം, സഹനീയം അസഹനീയം. പിന്നെ നോക്കിയ മക്കളെ, സമൃദ്ധി മുറ്റിടുന്തോറും കുനീക എന്നുള്ള ഒരു അനധ്യായം പഠിപ്പിച്ചത് അതിനെ ചൂണ്ടി. പ്രകൃതി നൽകുന്ന ജീവിത പാഠങ്ങൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്യുക. പ്രകൃതി എന്താണ്? ക്ഷമയുള്ളവനാണ്. സർവസംഗയായ പ്രകൃതി ചൂഷണം ചെയ്യുന്നവരെ പോലും സ്നേഹത്തോടെ പരിപാലിക്കുന്നു. വിനയമാണ് അതിൻ്റെ ഭാവം. ഇത്രയേറെ സമ്പത്തുണ്ടായിട്ടും പ്രകൃതി അഹന്ത കാണിക്കുന്നില്ല. പ്രകൃതിയുടെ പ്രതീകമാണ് തേന്മാവ്. പ്രകൃതിയുടെ പ്രതീകമായിട്ടല്ലേ നമ്മൾ ഈ ഒരു കവിതയിൽ പഠിക്കുന്നത്. ക്ലാസ് മുറിയിൽ നിന്ന് ലഭിക്കാത്ത നിരവധി ജീവിത പാഠങ്ങൾ പ്രകൃതിയിൽ നിന്ന് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നു. മാങ്ങകൾ ചില്ലകൾ നിറയുമ്പോൾ വിനയത്തോടെ എന്ത് ചെയ്യുന്നു? തല കുനിച്ചു നിൽക്കുന്ന മാവ് അറിവും കഴിവും വർദ്ധിക്കുമ്പോൾ എളിമയുള്ളവരാകണമെന്ന ജീവിത പാഠമാണ് പഠിപ്പിക്കുന്നത്. വളരെ ചെറിയ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുമ്പോൾ അഹങ്കരിക്കുന്ന മനുഷ്യരെ നോക്കി വിനയമുള്ളവരാകും എന്നാണ് തേന്മാവ് പറയുന്നത്. എന്താണ്? ആ ഒരു ചെറിയ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുമ്പോൾ അഹങ്കരിക്കുന്ന മനുഷ്യരെ നോക്കി എന്താണ്? വിനയമുള്ളവരാകൂ എന്നാണ് ആര് പറയുന്നത്? തേന്മാവ് പറയുന്നത്. അടുത്ത നോക്കി, അയൽഭാഗ പക്കത്ത് വഴിപ്പണിക്കാരുടച്ചിട്ട ഉരുളൻ കല്ലുകൾക്കൊക്കെ ചിറകും വന്നു. കല്ലുകൾക്ക് ചിറകുമെന്ന് എന്ന കൽപ്പനയുടെ ഭംഗി ചർച്ച ചെയ്യുക. മാവ് പൂത്ത് ഉണ്ണികൾ വിരിഞ്ഞെന്താണ്? മൂത്ത് പാകമായപ്പോൾ അത് തിന്നാനായി അണ്ണാറക്കണ്ണന്മാരും കാക്കകളും മറ്റു പക്ഷികളുമെല്ലാം വന്നു ചേർന്നു. മാവിൻ്റെ തണലിൽ കളിക്കാനും മാമ്പഴം പെറുക്കാനുമായി കുട്ടികളും ഒത്തുകൂടി. മാമ്പഴം വീഴുന്നതിനായി കുട്ടികൾ വഴിയരികിൽ കൂട്ടിയിട്ടിരുന്ന കല്ലുകൾ പെറുക്കിയെടുത്തു. കുട്ടികൾ എറിയുന്ന കല്ലുകൾ ചിറക് വെച്ച് പക്ഷികളെപ്പോലെ മാവിലേക്ക് പറന്നു ചെല്ലുന്നതായാണ് കവി സങ്കല്പിക്കുന്നത്. ജീവനില്ലാത്ത കല്ലിന് പോലും ജീവൻ നൽകി അവതരിപ്പിക്കുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. ജീവനില്ലാത്ത കല്ലിന് പോലും ജീവൻ നൽകുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. എന്താണ്? മാവ് പൂത്ത് ആ ഉണ്ണികളെല്ലാം വിരിഞ്ഞ് അതെന്താണ്? മൂത്ത് പാകമായപ്പോൾ എന്ത് ചെയ്തു? അത് തിന്നാനായി അണ്ണാറക്കണ്ണക്കാരും കാക്കകളും എല്ലാം പക്ഷികളും എല്ലാം വന്ന് എന്ത് ചെയ്തു? വന്നു ചേർന്നു. അത് പോരാതെ എന്താണ്? ആ മാവിൻ്റെ തണലിൽ കളിക്കാൻ വേണ്ടി വന്ന കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? അവർ മാമ്പഴം വീഴ്ത്താനായി അവിടെ കിടന്ന കല്ലുകൾ പിറക്കി മാവിനെ എറിഞ്ഞു. അന്നേരം എന്താണ്? ആ ഉരുളൻ കല്ലുകൾക്കൊക്കെ എന്താണ്? ചിറക് വന്നതായിട്ടാണ് കുട്ടികൾ പറയുന്നത്. കണ്ടോ? മാവിലേക്ക് പറന്നു ചെല്ലുന്നതാണ് കവി സങ്കല്പിക്കുന്നത്. ജീവനില്ലാത്ത കല്ലിന് പോലും ജീവൻ നൽകി അവതരിപ്പിക്കുകയാണ് കവി ഇവിടെ. ജീവനില്ലാത്ത കല്ലിന് പോലും ജീവൻ നൽകിയിട്ടാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. കുനിയുക എന്ന് അറിവുറ്റോർ അനധ്യായം എന്നീ പദങ്ങൾ ചേർത്താണ് കുനിയുക എന്ന അറിവുറ്റോർ അനധ്യായം രൂപപ്പെട്ടത്. കവിതയിൽ ഇത്തരം പദക്കൂട്ടങ്ങൾ നോക്കാം നമുക്ക്. എന്താണ്? വഴിപ്പണി കുടച്ചിട്ടോർ ഉരുളൻ കല്ലുകൾ. ഇതാണ് വഴി പണിക്ക് ഇടച്ച് ഇട്ട ഒരു ഉരുളൻ കല്ലുകൾ. അടുത്ത നോക്കിയേ, ചുഴന്ന് ഊതി അതിൽ. ചുഴന്നൂതി അതിൽ അല്ലേ? അത് ഡിവൈഡ് ചെയ്ത് കണ്ടോ വാക്കുകൾ വന്നേക്കുന്നത്. അയൽപാത വക്കത്തന്ന്. അയൽപാത വക്കത്ത് അന്ന്. അയൽപാത വക്കത്തന്ന്. അടുത്ത നോക്കിയേ നിങ്ങളെ,
കവിതയുടെയും പ്രതീകമായി മാറുന്നുണ്ടോ? കവിത വിശകലനം ചെയ്ത് സ്വാഭിപ്രായം സമർത്ഥിക്കുക. എന്താണ് ആ കവികൾ? എന്താണ്? തേന്മാവിനെ പോലെയാണ്. കവിതകളാണ് ആ തേന്മാവിലെ മാമ്പഴങ്ങൾ. സൃഷ്ടിയുടെ പിന്നിൽ വേദനയുണ്ട്. ഓരോ പൂവും വളർന്ന് മാങ്ങയായി മാറുന്നത് പോലെയാണ് കവിതയും രൂപം കൊള്ളുന്നത്. അനുഭവത്തെ മനസ്സിലിട്ട് കവിതയാക്കി മാറ്റാൻ കവിക്ക് ഏറെ സമയം വേണം. മാങ്ങ ഉണ്ടാകുമ്പോൾ പക്ഷികളും കുട്ടികളും എല്ലാം മാവിൻ്റെ അടുത്തേക്ക് കൂടി എത്തും മാമ്പഴത്തിനായി. അതുപോലെ തന്നെ നല്ല കവിതകൾ ഉണ്ടാകുമ്പോൾ വായനക്കാർ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. നല്ല കവിതകൾ ഉണ്ടാകുമ്പോഴെന്താണ് വായനക്കാർ എന്ത് ചെയ്യുന്നു? ഇരു കൈകളും നീട്ടി ആ കവിതയെ സ്വീകരിക്കുന്നു. എത്ര മാങ്ങകൾ ഉണ്ടായാലും മാവിന് അഹങ്കാരമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോഴെന്താണ് മാവിനെന്താണ്? മാങ്ങകൾ കൂടുന്തോറും അഹങ്കാരം ഉണ്ടാകുമോ? ഇല്ല, അഹങ്കാരമില്ല. മാവിനെന്താണ്? സന്തോഷം മാത്രമേ ഉള്ളൂ. അതുപോലെ മനോഹരമായ കവിതകൾ രൂപം കൊള്ളുമ്പോഴും പ്രശസ്തിയിലേക്ക് ഉയരുമ്പോഴും അവർ കൂടുതൽ എളിമയുള്ളവരാകും. എന്താണ്? മനോഹരമായിട്ടുള്ള കവിതകൾ എഴുതാൻ പറ്റുമ്പോഴും അവർ പ്രശസ്തിയിലേക്ക് ഉയരുമ്പോഴും എന്തായിത്തീരും? അവർ വളരെ എളിമയുള്ളവരായിട്ട് തീരും. കല്ലേറേറ്റ് വേദനിച്ചാലും മാവ് വീണ്ടും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ആ കല്ല് ചെന്ന് കൊണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ മാവ് വീണ്ടും പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ എത്ര വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയാലും കവികൾ തങ്ങളുടെ സർഗസൃഷ്ടി തുടരും. അതുപോലെ എന്തുമാത്രം വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങുന്നതെങ്കിലും കവികൾ എന്ത് ചെയ്യും? അവരുടെ സർഗസൃഷ്ടി തുടരുക തന്നെ ചെയ്യും. മാമ്പഴം കവിതയുടെ പ്രതീകമാണ് എന്ന് പറയാം. ഈ മാമ്പഴത്തിന് എന്താണ്? നമ്മളുടെ ആ ഒരു കവിതയുടെ പ്രതീകമായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്. കവിത ആസ്വദിക്കുന്നത് പോലെയാണ് നാം മാമ്പഴത്തിൻ്റെ രുചി ആസ്വദിക്കുന്നത്. ആ മാമ്പഴം ആസ്വദിക്കുന്നത് പോലെയാണ് നമ്മൾ കവിതയുടെ രുചിയും ആസ്വദിക്കുന്നത്. മാങ്ങയ്ക്ക് തൊലിയും അകക്കാമ്പുമുണ്ട്. മാങ്ങയ്ക്ക് എന്താണ്? പുറമേയുള്ള തൊലിയുമുണ്ട്, അകത്ത് അതിൻ്റെ അകക്കാമ്പും ഉണ്ട്. കവിതയ്ക്ക് വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും ഉണ്ട്. അതേപോലെ കവിതയ്ക്ക് എന്തുണ്ട്? വാച്യമായിട്ടുള്ള അർത്ഥവും വ്യംഗ്യമായിട്ടുള്ള അർത്ഥവും ഉണ്ട്. മാങ്ങയുടെ അകക്കാമ്പിലേക്ക് കടക്കുമ്പോഴാണ് രുചി കൂടുതൽ ആസ്വാദ്യമാകുന്നത്. ആ മാങ്ങയുടെ അകക്കാമ്പിലേക്ക് കടക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? രുചി കൂടുതൽ ആസ്വാദ്യമാകുന്നത്. അതുപോലെ കവിത ആഴത്തിൽ ഉൾക്കൊള്ളാനും ആസ്വദിക്കുവാനും കഴിയുമ്പോഴാണ് അർത്ഥത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ കൂടുതൽ വെളിപ്പെടുന്നത്. എന്താണ്? അതുപോലെ എന്താണ്? കവിത എന്ത് ചെയ്യുന്നു? ആഴത്തിൽ ഉൾക്കൊള്ളാനും ആസ്വദിക്കുവാനും കഴിയുമ്പോഴാണ് അർത്ഥത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ കൂടുതൽ വെളിപ്പെടുന്നത്. മാങ്ങയുടെ ഉള്ളിൽ വിത്തുണ്ട്. മഹത്തായ കവിയുടെ ഉള്ളിൽ മഹത്തായ ആശയങ്ങളുണ്ട്. മഹത്തായ കവിയുടെ ഉള്ളിൽ എന്താണ്? മഹത്തായ ആശയങ്ങളുണ്ട്. ഭാവി തലമുറയ്ക്ക് മാവ് വിത്ത് സൂക്ഷിക്കുന്നത് പോലെ നല്ല കവിതകൾ പുതുതലമുറയ്ക്കായി മഹത്തായ ആശയങ്ങളും ഉപദേശങ്ങളും കരുതി വയ്ക്കുന്നു. എന്താണ്? ഭാവി തലമുറയ്ക്ക് എന്താണ്? ആ മാവ് എന്ത് സൂക്ഷിക്കുന്നു? വിത്തുകൾ സൂക്ഷിക്കുന്നു. ഇപ്പം മാവിൻ്റെ വിത്ത്, ആ വിത്തുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് മാവ് നടാൻ പറ്റുള്ളൂ, അല്ലേ? പുതിയ മാവിൻ്റെ തൈ സൃഷ്ടിക്കാൻ അതിൻ്റെ വിത്തുണ്ടെങ്കിലേ പറ്റുള്ളൂ. ആ മാവ് വളർന്നാണ് ഭാവി തലമുറയിലേക്ക് വേണ്ടുന്ന മാമ്പഴങ്ങൾ തയ്യാറാകുന്നത്. അതുപോലെ എന്താണ്? ആ ഭാവി തലമുറയ്ക്കായി മാവ് വിത്ത് സൂക്ഷിക്കും പോലെ നല്ല കവിതകൾ പുതുതലമുറയ്ക്കായി മഹത്തായ ആശയങ്ങളും ഉപദേശങ്ങളും കരുതി വയ്ക്കുന്നു. ഇങ്ങനെ കവിതയിലെ മാവും മാങ്ങയും കവിതയുടെയും പ്രതീകമായിട്ട് മാറുന്നു. അപ്പോൾ അത്രയും ഭാഗമാണ് നമ്മുടെ അതേ പ്രാർത്ഥന എന്നുള്ള കവിതാ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ്? അമ്പാടിയിലേക്കുണ്ട്. അമ്പാടിയിലേക്ക് എന്താണ്? നമ്മൾ ഒരുപാട് പഠിച്ചതല്ലേ അത്. അമ്പാടിയിലേക്ക് എന്താണ്? അതിനകത്ത് ആ ശ്രീകൃഷ്ണനെ കാണാൻ പുറപ്പെടുന്ന അക്രൂരനെയാണ് നമ്മളതിൽ പറഞ്ഞിരിക്കുന്നത്. അക്രൂരൻ്റെ എന്താണ്? മനസ്സിൻ്റെ ആ ഒരു സന്തോഷവും ആ ഒരു ഭാഗങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ അതിനകത്ത് നോക്കിയേ, ഇമ്പോർട്ടൻ്റ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണോ? നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് അമ്പാടിയിലേക്ക് അക്രൂരൻ്റെ മനോഭാവം, അക്രൂരൻ്റെ സങ്കടങ്ങളും എല്ലാം എന്താണ്? ആ ഒരു അക്രൂരൻ്റെ മനസ്സിൽ കൃഷ്ണനെ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷവും ഒക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സങ്കടം. ആനന്ദമാണുക, ആനന്ദ നൃത്തം ചെയ്യുക. ആയർ ഇടയന്മാരുണ്ട്. ആയനാണ് ഇടയൻ, ആയർ ഇടയന്മാരാണ് കേട്ടോ. എഴുതുക,
എഴുക പൊങ്ങുക കാഞ്ചി അരഞ്ഞാൻ പോലുന്ന ചെയ്യുന്ന ചാലെ ഭംഗിയായി ചെമ്മേ വേണ്ട പോലെ നല്ലതുപോലെ ചേവടി ഭംഗിയുള്ള പാദം ചേവടി തിണ്ണം നന്നായി പൂളി നേരിയ പൊടി തേനും എന്താണ് കറവ പശു നണ്ണുക വിചാരിക്കുക പാരാതെ വേഗത്തിൽ പാര വളരെ പാൽക്കുഴ പാൽ കറക്കുന്ന പാത്രത്തിനാണ് പാൽക്കുഴ എന്ന് പറയുന്നത് പീയൂഷം എന്താണ് അമൃത് ഉക്കാൻ അവൻ പ്രവേശിച്ചു പൂമാത് മഹാലക്ഷ്മി മൗലി ശിരസ് വിലോചന കണ്ണ് ആമോദം എന്താണ് ആമോദത്തോടെ വസിക്കും കാരണം നമ്മൾ ഓണപ്പാട്ടിനകത്ത് പാടത്തില്ലേ ആമോദം എന്ന് വെച്ചാൽ എന്താണ് സന്തോഷം പാര് ഭൂമി ലീല കളികളാണ് കളി കോൻ രാജാവ് മന്ദിരം വീട് നിർണയം നിശ്ചയം മായം കളഞ്ഞ കൗശലമില്ലാത്ത ചൊൽക്കൊണ്ട എന്താണ് കേൾവി കേട്ട പാരം വളരെ ഉച്ച സമയം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഉച്ച സമയം എന്ന് വെച്ചാൽ മധ്യാഹ്നമായിട്ടുള്ള സ്ഥലം മധ്യാഹ്നം എന്ന് വെച്ചാൽ രാവിലെയും വൈകുന്നേരത്തിന് ഇടയ്ക്കുള്ള ഭാഗം ഉച്ച സമയം മധ്യാഹ്നമാണ് ആയർകുലം ഇടയവംശം ഊണുക ഉണരുക പിന്നെ പര്യായമായി നോക്കിക്കുക മന്ദിരം വീട് പത്തനം തേര് രഥം സ്യന്തനം പീയൂഷം അമൃത് സുധ വാരി സമുദ്രം സാഗരം മൊഴി വാക്ക് ഭാഷിതം തേൻ മധു മരതം നിലാവ് ചന്ദ്രിക കൗമുദി ആമ്പൽ കുമുദം കൈരവം എന്താണ് ആമ്പലാണ് കേട്ടോ കാള വൃഷം ഋഷഭം നമ്മൾ എത്തിരി പഠിച്ച ഋഷഭം അല്ലെ ഋഷഭം ഒക്കെ ഓർക്കുന്നുണ്ടോ ധൂളിപ്പൊടി പാംസു കാഞ്ചി അരഞ്ഞാൻ മേഖല ഒച്ച രവം ശബ്ദം അടുത്ത നാലാമത്തെ നോക്കിയ വാരി സമുദ്രം വാരി എടുക്കുക എന്നുള്ളത് സമുദ്രം വാരി എന്നുള്ളൊരു സമുദ്രമുണ്ട് വാരി എടുക്കുക എന്നുള്ള അർത്ഥവുമുണ്ട് മേലി ശരീരം മുഖസ്തുതി കാലി കന്നുകാലി ഒഴിഞ്ഞ മണ്ടി ഫോഷ ഓടി മണ്ടുക മണ്ടി അണയുക ഓടി അണയുക എന്ന് പറയത്തില്ലേ മായം കളവ് കൗശലം പിന്നെ അർത്ഥവ്യത്യാസം നോക്കിക്കേ പുരം പട്ടണം പൂരം ഉത്സവം പദം വാക്ക് പാദം കാല് മൊഴി വാക്ക് മിഴി കണ്ണ് കുലം വംശം കൂലം തീരം ചാലെ ഭംഗിയായി ചാരെ അരികെ കന്ന് പശു കുന്ന് മല ചൊല്ലുക പറയുക ചെല്ലുക എത്തിച്ചേരുക ആഴി സമുദ്രം ഊഴി ഭൂമി ഒച്ച ശബ്ദം ഉച്ച മധ്യാഹ്നം പാരം വളരെ പാര് ഭൂമി നിങ്ങളിതൊക്കെ പഠിച്ചു കഴിഞ്ഞോ നിങ്ങളെ പരീക്ഷ ഇനി എത്തിയില്ലേ പഠിച്ചു കഴിഞ്ഞോ അതൊക്കെ പിന്നെ എതിർലിംഗം നോക്കിക്കേ കുമാരൻ കുമാരി പുണ്യവാൻ പുണ്യവതി ഉണ്ണി എന്നുള്ളതിൻ്റെ എതിർലിംഗം എന്താണ് ഇട്ടി എന്നാണ് ബാലൻ ബാലിക കാള പശു വിലോചന വിലോചനൻ സുന്ദരി സുന്ദരൻ പിന്നെ നോക്കിയ പിരിച്ചെഴുതി സന്ധി നിർണ്ണയിക്കുന്ന മന്ദിരത്തിൽ മന്ദിരം അധികം ഇൽ ആദേശസന്ധിയാണ് നിന്ന് അധികം ഒരു അതെന്താണ് ലോപസന്ധിയാണ് പുഞ്ചിരി അധികം ആയൊരു അകമസന്ധിയാണ് പൂണ്ടങ്ങ് പൂണ്ട് അധികം അങ്ങ് പൂണ്ട് അധികം അങ്ങ് പൂണ്ട് അധികം അങ്ങ് വരുന്നത് ലോപസന്ധിയാണ് വന്ന് അധികം ഇങ്ങ് മൗലി അധികം ഇൽ ആഗമസന്ധി നമ്മളെ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടല്ലോ മൗലിയിൽ പീലി ചൂടി എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് വരുന്നുണ്ടല്ലോ സെലക്ഷനല്ലേ മൗലി എന്താണ് മൗലിയിൽ ആഗമസന്ധിയാണ് മൗലി അധികം ഇൽ ആഗമിക്കുകയാണ് ഇൽ കേട്ടോ പാൽക്കുഴ പാലധികം കുഴ തിക്തസന്ധി മണ്ടി അധികം അണഞ്ഞ് അതായത് ആഗമസന്ധിയാണ് മണ്ടി അണഞ്ഞ് പിന്നെ സമാസം നോക്കി വിഗ്രഹിച്ച് ഗോവിന്ദപാദം ഗോവിന്ദൻ്റെ പാദം സംബന്ധിക്കാത്ത പുരുഷനാണ് പീയൂഷവാരി പീയൂഷമാകുന്ന വാരി
രൂപകഥ പുരുഷൻ. കാർവർണ്ണൻ, കാർമേഘത്തിൻ്റെ വർണ്ണമുള്ളവനാണ് കാർവർണ്ണൻ, അതായത് ബഹുവ്രീഹി സമാസമാണ്. കാർവണ്ട്, കറുത്ത വണ്ട്, കർമ്മധാരയ സമാസമാണ്. പൂമേനി, പൂ പോലുള്ള മേനി, ഉപമിത സമാസമാണ്. അടുത്ത നമുക്ക് കുറ്റവാക്കിൽ ഉത്തരം എഴുതാനുള്ള മലയാളത്തിലെ ആദ്യ മഹാകാവ്യം എന്ന് പറയുന്നത് ഏതാണ്? കൃഷ്ണഗാഥയാണ്. കൃഷ്ണഗാഥയിലെ പ്രധാന വൃത്തം ഏതാണ്? മഞ്ചരിയാണ്. ചെറുശ്ശേരി ആരുടെ ആജ്ഞയിലാണ് ശ്രീകൃഷ്ണൻ ഗാഥ രചിച്ചതെന്നാണ് കാവ്യത്തിൻ്റെ പരാമർശം? കോലത്ത് നാടായിട്ടുള്ള ഉദയവർമ്മൻ്റെ. ചെറുശ്ശേരി ഏത് കൃതിയെ ഉപജീവിച്ചാണ് കൃഷ്ണഗാഥ രചിച്ചത്? ഭാഗവതം ദശമസ്കന്ധം. കൃഷ്ണനെ പാപപൂജകളിൽ ക്ഷണിക്കാൻ കംസൻ ആരെയാണ് നിയോഗിച്ചത്? ആ ചാപപൂജയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ആരെയാണ് നിയോഗിച്ചത്? അക്രൂരനെ. കാർവർണ്ണൻ്റെ കണ്ണിനെ എന്തിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു? കാർവണ്ടിനോട്. കണ്ണിനാന്ന് വെച്ചാൽ രണ്ട് കണ്ണുകൾ, ഇണക്കണ്ണുകളാണ്. അക്രൂരമായൊരു മാനസം പൂണ്ടിട്ടുള്ളൊരക്രൂരനാകിയ യാദവൻ താൻ. ഈ വരികളുടെ ശബ്ദാലങ്കാരം ഏതാന്ന് പറയാമോ? യമക. പൂഴിയിൽ കാണായി എന്ത്? ആഴിനീർ വർണ്ണൻ്റെ ചേവടിത്താരിണ. ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളാണ് കാണാൻ പറ്റുന്നത് കേട്ടോ, പൂഴിയിൽ കാണുന്നത്. സദൃശ്യം പറയുന്ന അലങ്കാരം ഏതാണ്? ഉപമയാണ്. ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമയാണത്. രണ്ട് വസ്തുക്കൾ അഭേദം ചെയ്യുന്ന അലങ്കാരം എന്താണ്? രൂപകാലങ്കാരം, അഭേദം കൽപ്പിച്ച് പറയുന്നതാണ്. അടുത്ത നോക്കിയേ, ചോദ്യോത്തരങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കാണുമല്ലോ മക്കളെ. ഇത് ഞാൻ പറയാനെന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര റിവിഷൻ ക്ലാസ് ആണെങ്കിലും നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വേണം കരുതുന്നു. അടുത്ത നോക്കിക്കേ, 2 ടാക്സിക്കാർ നമുക്ക് നോക്കാമല്ലോ. 2 ടാക്സിക്കാർ നോക്കിയേ, അതിനകത്തുള്ള അർത്ഥങ്ങൾ. ആഭിജാതൻ. ആഭിജാതൻ എന്താണ്? വിദ്വത്വമുള്ളവനാണ്. കുലീനനാണ് ആഭിജാതൻ എന്ന് പറയുന്നത്. അർപ്പണം, ആദരവോടെ നിൽക്കുന്നതാണ് അർപ്പണം എന്ന് പറയുന്നത്, ആദരവോടെ നിൽക്കൽ. ഉദ്യോഗം എന്താണ്? ആകാംക്ഷ. ഐശ്വര്യം, ആഗ്രഹത്തിനൊത്ത. ഐശ്വര്യ വിഷയമായി എടുത്തതല്ലേ നമ്മളതിന് പഠിച്ചത്. എന്താണ്? ആഗ്രഹത്തിനൊത്ത, അതാണ് ആഗ്രഹത്തിൻ്റെ ഐശ്വര്യം. ദാർഢ്യം, ഉറപ്പ്. പഥികൻ, വഴിയാത്രക്കാരനാണ് പഥികൻ. സേവനം, സേവിക്കൽ. ശുദ്ധം, നിർമ്മലം. ഉദ്ധരിക്കുക, എടുത്തു ചേർക്കുക. പദവി എന്താണ്? സ്ഥാനം. നിവേദനം, അറിയിപ്പാണ്. ജീവശവം, മൃത്യുതുല്യം, മരിച്ചതിന് തുല്യമായിട്ടുള്ളതിനെ നമ്മൾ ജീവശവം എന്നാണ് പറയുന്നത്. നിർദ്ദിഷ്ടം, നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള. നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നിർദ്ദിഷ്ടം എന്ന് പറയുന്നത്. നാനാർത്ഥം നോക്കിയ മേധാവി, മേലധികാരിക്കാണ് മേധാവി. അല്ലെങ്കിൽ നമ്മൾ തത്തയ്ക്ക് നമ്മൾ മേധാവി എന്ന് പറയാറുണ്ട്. കോട്ടം, കുറ്റമാണ്, ദുഃഖവുമുണ്ട്. നാനാർത്ഥം വരപ്പെടെ. സേവനം എന്താണ്? സേവിക്കാൻ. ഇരുട്ട്. താമസം, താമസിക്കുക, അതും താമസത്തിനുള്ള ഇരുട്ടെന്നുള്ള വാക്കുണ്ട്. ശുദ്ധം, നിർമ്മലം, കുരുമുളക്. കർത്താവ്, ചെയ്യുന്ന ആൾ. ഒരു ജോലി ചെയ്യുന്ന ആളിനെ നമ്മൾ ഒരു കർമ്മം ചെയ്യുന്ന ആളിനെ കർത്താവെന്ന് പഠിച്ചിട്ടില്ലേ? കർമ്മം ചെയ്യുന്ന ആളിനെ കർത്താവ്. പിന്നെ എന്തുപോലെ എന്താണ് നമ്മൾ കർത്താവ് എന്ന് പറയുന്ന ഒരാളാരാണ്? യേശുദേവനെ നമ്മൾ കർത്താവ് എന്ന് പറയും. ഉദ്ധരിക്കുക എന്ന് വെച്ചാൽ എന്തോ? എടുത്തു ചേർക്കുക, അല്ലെങ്കിൽ മോചിപ്പിക്കുക. ഉചിതം, യോജിച്ചത്, ഇല്ലെങ്കിൽ എന്താണ്? നന്ദി. ശേഖരം, കൂട്ടം, നെറ്റിപ്പട്ടം. വിലാസം, മേൽവിലാസം, മാഹാത്മ്യം. വിഭവം, സാധന സാമഗ്രികളെ നമ്മൾ വിഭവങ്ങളെന്ന് പറയും. സമ്പത്തിനെ നമ്മൾ വിഭവം എന്ന് പറയും. ഊണ്, ഭക്ഷണം, സദ്യ. ചില്ലറ, ചുരുക്കമായ നാണയം. നിധി, നിക്ഷേപം, സ്വർണം. മടി എന്താണ്? മടിത്തട്ട്, ആലസ്യം. ഗ്രന്ഥം, പുസ്തകം, ധനം. വില, മൂല്യം, മതിപ്പ്. മൂല്യവും മതിപ്പുമാണ്. പര്യായം നോക്കിയ യാത്ര, ഗമനം, സഞ്ചാരം. യാത്ര എന്നുള്ളതിന് ഗമനം, സഞ്ചാരം. ഗ്രന്ഥം എന്താണ്? പുസ്തകം. കൃതി, തൃപ്തി, സാഹിത്യം, തർപ്പണം. മടി, ആലസ്യം, പ്രമേള. വിദ്യാർത്ഥി, പഠിതാവ്, ആധ്യേതാവ്. ധനികൻ, ധനവാൻ, ധനി. സഹോദരൻ, ഭ്രാതാവ്, സഹജാതൻ. സഹജൻ എന്ന് പറയും നമുക്ക് കേട്ടോ, സഹോദരൻ. സഹജൻ, ഒരുമിച്ച് ജനിച്ചവൻ, കൂടെ ജനിച്ചവൻ. സഹജാതൻ ഉണ്ട്.
ആപത്ത് അപകടം, വിപത്ത്. സുഹൃത്ത് നോക്കിയ കൂട്ടുകാരൻ, ചങ്ങാതിയുണ്ട്. ചിന്ത വിചാരം, ആധ്യാനം. സ്നേഹം ഇഷ്ടം, മമത. വിവാഹം എന്താണ്? കല്യാണം, പരിണയം. പെട്ടി പേടകം, പെട്ടകം. പരിചര്യ ശുശ്രൂഷ, വരിവസ്യ. പാത്രം എന്താണ്? ഭാജനം, ചഷകം. താക്കോൽ എന്താണ്? ചാവി, കുഞ്ചി. കുഞ്ചിക്കുന്നുള്ളൂ. താക്കോൽ എന്നുള്ള കുഞ്ചിയാണ്. നമ്മൾ കുതിരയുടെ കുഞ്ചിരോമങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ, പക്ഷെ ആ കുഞ്ചിയൊക്കെ ഇത് കേട്ടോ. പാപം സാധു, വിസ്വൻ. സംശയം എന്താണ്? സന്ദേഹം, ശങ്ക. കുട്ടി ശിശു, അർഭകൻ. അവസാനം അന്ത്യം, വിരാമം. നിധി നിക്ഷേപം, ശേവധി. നിധി എന്നുള്ളതിന് ശേവധി എന്നുള്ളൊരു വാക്കുണ്ട്. രേവതി അല്ല കേട്ടോ, ശേവധി. അടുത്ത് നോക്കി നിങ്ങൾ വിപരീതം ഒന്ന് ശ്രദ്ധിച്ചേ. ഉചിതം, അനുചിതം. ഐശ്വികം, അനൈശ്വികം. ശുദ്ധം, അശുദ്ധം. സമൃദ്ധം, ദരിദ്രം. അത്താഴം, മുത്താഴം. ദൃഢം, ശിഥിലം. ദാർഢ്യം, ശൈഥില്യം. സൗമ്യൻ, ഉദ്ധതൻ. തൃപ്തി, അതൃപ്തി. ആപത്ത്, സമ്പത്ത്. സമ്പത്ത് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ആപത്ത്. നിങ്ങൾക്കറിയാമായിരുന്നോ? പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഉത്തമം, അധമം. സുന്ദരം, വിരൂപം. സൗന്ദര്യം, വൈരൂപ്യം. സ്നേഹം, ദ്വേഷം. അഭിജാതൻ, അനഭിജാതൻ. നമ്മൾ വിപരീതമല്ലേ പറയുന്നത്. അപ്പോൾ അഭിജാതൻ എന്താണ്? അനഭിജാതൻ. അർത്ഥം, അനർത്ഥം. ദീർഘം, ഹ്രസ്വം. അധികം, ന്യൂനം. ആദരം, അനാദരം. അധികം ന്യൂനം എന്നറിയാമോ നിങ്ങളെ? അധികം ന്യൂനം. ആദരം, അനാദരം. പിന്നെ നോക്കിക്കേ, എതിർലിംഗമാണ്. എതിർലിംഗം കണ്ടോ? ബുക്ക് കയ്യിലുണ്ടോ കൊച്ചുങ്ങളെ? ബുക്ക് കയ്യിലുണ്ടോ? വിദ്യാർത്ഥി, വിദ്യാർത്ഥിനി. ഗവേഷകൻ, ഗവേഷക. ചിന്തകൻ, ചിന്തക. പുരുഷൻ, സ്ത്രീ. സുന്ദരൻ, സുന്ദരി. ദാർശനികൻ, ദാർശനിക. വിവാഹിതൻ, വിവാഹിത. എതിർലിംഗമാണ്, ഓപ്പോസിറ്റ് അല്ല. സ്നേഹശാലി, സ്നേഹശാലിനി. കർത്താവ്, കർത്തൃ. സ്നേഹിതൻ, സ്നേഹിത. മഹാൻ, മഹതി. മേധാവി, മേധാവിനി. ഭക്ത, ഭക്തൻ. സന്തുഷ്ടൻ, സന്തുഷ്ട. പിരിച്ചെഴുതി സന്ധി നിർണ്ണയിക്കാനുള്ള പുസ്തകങ്ങൾ. പുസ്തകം അധികം കൾ ആണ്, അത് ആദേശസന്ധിയാണ്. ഇങ്ങനെയുള്ള, ഇങ്ങനെ അധികം ഉള്ള, ആഗമസന്ധി. അടുത്ത നോക്കി, അതിൽ ഒരാൾ, അതിൽ അധികം ഒരാൾ, ലോപസന്ധി. താമസമുണ്ട്, താമസം അധികം ഉണ്ട്, ആദേശസന്ധി. എന്നറിയാൻ, എന്ന് അധികം അറിയാൻ, ലോപസന്ധിയാണ്. അക്കാലം, ആധികം കാലം, ഋതുസന്ധിയാണ് അക്കാലം. അയാളുടെ, അയാളധികം ഉടെ, ആദേശസന്ധി. ഓർമ്മയിൽ, ഓർമ്മ അധികം ഇൽ, ആഗമസന്ധിയാണ്. അടുത്ത നോക്കി നിങ്ങളെ വിഗ്രഹിച്ച സമാസം നിർണ്ണയിക്കാനുള്ളതാണ്. കോളേജ് വിദ്യാർത്ഥികൾ, കോളേജിലെ വിദ്യാർത്ഥികളാണ്. ആധാരിക, തത്പുരുഷൻ. വിനോദസഞ്ചാരം, വിനോദത്തിനുള്ള സഞ്ചാരം, വിനോദത്തിനുള്ള സഞ്ചാരമാണ്. ഉദ്ദേശിക്കാത്ത തത്പുരുഷനാണ്. വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികളായ സുഹൃത്തുക്കളാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള സുഹൃത്തുക്കൾ, വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ്. അടുത്തത് മില്ലുടമ, മില്ലിൻ്റെ ഉടമ. വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എന്താണ്? കർമ്മധാരയാണ് കേട്ടോ. മില്ലിൻ്റെ ഉടമ സംബന്ധികയാണ്. സമുചിതം എന്താണ്? ഉചിതമായത്, അവ്യയീഭാവനാണ് വരുന്നത്. സമുചിതം, ഉചിതമായത്, അവ്യയീഭാവനാണ്. വിഭവസമൃദ്ധം, വിഭവത്താൽ സമൃദ്ധമാണ്, അത് പ്രയോജികയാണ്. ജീവിതകാലം, ജീവനോടുള്ള കാലമാണ് ജീവിതകാലം, സംയോജിക. തീവണ്ടി, തീ കൊണ്ട് ഓടുന്ന
വണ്ടിയാണ്, തീവണ്ടി. മധ്യമ പദലോപിയാണ്. അംഗവാക്യം അംഗവാക്യം അറിയാമല്ലോ. പുസ്തകത്തിൽ വായിച്ചതുപോലെ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. അംഗവാക്യം ഏതാണ്ട് പുസ്തകത്തിൽ വായിച്ചതുപോലെ. അംഗവാക്യം എന്ന് വെച്ചാൽ എപ്പോഴും സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഭാഗമാണ് അംഗവാക്യം വരുന്നത്. അല്ല, സ്വതന്ത്രമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല, അതാണ് സ്വതന്ത്രവാക്യം. മറ്റേത് കണക്ട് ചെയ്തല്ലേ പോകത്തുള്ളൂ. പുസ്തകത്തിൽ വായിച്ചതുപോലെ ഞാൻ എഴുതിയെന്നോ വായിച്ചതുപോലെ ഞാൻ മറന്നുപോയെന്നോ ഒക്കെ നമുക്ക് പറയാമല്ലോ. അപ്പോഴത്തേക്ക് അംഗവാക്യം എന്താ? എനിക്ക് പറയാൻ കഴിഞ്ഞില്ല, അതാണ് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ്. അടുത്ത നോക്കിയ 2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ നിർദ്ദിഷ്ട സ്റ്റേഷനിൽ എത്തി. എന്നത്തെ അംഗവാക്യം എന്താണ്? 2 മണിക്കൂർ കഴിഞ്ഞാണ്. അപ്പോഴെന്താണ്? ഞങ്ങൾ 2 നിർദ്ദിഷ്ട സ്റ്റേഷനിൽ എത്തി. പിന്നെന്താണ്? പ്രതീക്ഷിച്ചതുപോലെ ആ രാത്രി 8 മണിയോടെ അയാൾ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് പേഴ്സ് തിരികെ തന്നു. ഇതാണ് അതിനകത്ത് പ്രതീക്ഷിച്ചതുപോലെ ആ രാത്രി. അല്ലോ, പ്രതീക്ഷിച്ചതുപോലെ ആ രാത്രി എന്ത് ചെയ്തു? അയാൾ എൻ്റെ ഫ്ലാറ്റിൽ വന്നു. പിന്നെ എന്നത്തെ അങ്കിവാക്യം വരുന്ന ഏതാണ്? പേഴ്സ് തിരികെ തന്നു. പേഴ്സ് തിരികെ തരിക എന്നുള്ളതാണ് അങ്കിവാക്യം. ഞാൻ പറഞ്ഞില്ലേ, സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത് ഏതാണോ അതാണ് അങ്കിവാക്യം. ഞാൻ നോക്കിക്കേ, അടുത്ത പ്രയോഗം മാറ്റുക. ഇങ്ങനെയുള്ള സേവനങ്ങളാണ് അന്ന് ഞാൻ ചെയ്തിരുന്നത്. ഇങ്ങനെയുള്ള സേവനങ്ങളാണ് എന്നാൽ അന്ന് ചെയ്യപ്പെട്ടിരുന്നത്. ടാക്സി ഡ്രൈവറെ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ടാക്സി ഡ്രൈവർ ഞങ്ങളാൽ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നെന്താണ്? ആ സ്നേഹശാലി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നോട് ആ സ്നേഹശാലിയാൽ പറയപ്പെട്ടത് ഇങ്ങനെയാണ്. ഞാൻ ആ വെയിറ്റർക്ക് 100 രൂപ സമ്മാനമായി കൊടുത്തു. എന്നാൽ ആ വെയിറ്റർക്ക് 100 രൂപ സമ്മാനമായി കൊടുക്കപ്പെട്ടു. ഇനി നോക്കിയേ, നിഷേധവാക്യമാക്കണം. വിധിവാക്യത്തെ നിഷേധവാക്യമാക്കുകയാണ്. ഞാൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കൂടെ കൂട്ടും. ഞാൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കൂടെ കൂട്ടാതിരിക്കില്ല. ഞാൻ സമ്മതിച്ചു. ഞാൻ സമ്മതിക്കാതിരുന്നില്ല. അമ്മയും മകനും കൂടി ജീവരക്ഷാർത്ഥം ഓടി ഇന്ത്യയിലെത്തി. അമ്മയും മകനും കൂടി ജീവരക്ഷാർത്ഥം ഓടി ഇന്ത്യയിലെത്താതിരുന്നില്ല. ഊണ് കഴിച്ചിട്ട് പാത്രം തിരികെ കൊടുക്കണം. ഊണ് കഴിച്ചിട്ട് പാത്രം തിരികെ കൊടുക്കാതിരിക്കരുത്. പിന്നെന്താണ്? പിന്നെ നമുക്ക് വാക്യത്തെ തെറ്റുണ്ടെങ്കിൽ തിരുത്താനാണ്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. എന്താണ്? നളിനി എന്ന കാവ്യശില്പം ആരുടേതാണ്? നളിനി എന്ന കാവ്യശില്പമാണ്. നളിനി എന്ന ഖണ്ഡകാവ്യമല്ല കേട്ടോ, നിത്യചൈതന്യതയുടെയാണ്. കർമ്മം ഫലിച്ചില്ലെങ്കിൽ കർമ്മത്തിനെ പ്രേരിപ്പിക്കുന്ന ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ അതിൻ്റെ കർത്താവ് ഈശ്വര ദൃഷ്ടിയിൽ സമാനീയനാണ്. ഈ ആശയം ആരുടേതാണ്? ഇമ്മാനുവൽ കാന്റ്. ദാർശനികയായ ടാക്സി ഡ്രൈവർ എന്ന് എഴുതി വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? കർത്താസിങ്ങിനെയാണ്. ആ 2 അക്ഷരങ്ങളിൽ മാനവികയുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. 2 അക്ഷരം ഏതാണ്? അമ്മ. 2 ടാക്സിക്കാർ എന്നെ ഓർമ്മക്കുറിപ്പ് ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? മരണമെന്ന വാതിലിനപ്പുറം. കർത്താസിങ്ങിന്റെ സ്വഭാവ ദാർഷ്ട്യം എവിടെ നിന്ന് ലഭിച്ചതാണ്? തത്വചിന്തയിൽ നിന്ന്. നിത്യചൈതന്യയുടെ പൂർവ്വനാമം എന്താണ്? ജയചന്ദ്രൻ. നിത്യചൈതന്യക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? നളിനി എന്ന കാവ്യശില്പം. 1977 അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. കുശിനി ജനങ്ങൾ ചാവി മേശ അലമാര ഇസ്തിരി കസര ഈ പദങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്യുന്നത് ഏത് ഭാഷയിൽ നിന്നാണ്? പോർച്ചുഗീസാണ്. അപ്പോൾ പോർച്ചുഗീസ് പദങ്ങളാണ് കുശിനി എന്നും ജനലെന്നും ചാവി മേശ അലമാര ഇസ്തിരി കസര എന്നൊക്കെ പറയുന്നത് എന്താണ്? പോർച്ചുഗീസ് വാക്കുകളാണ്. ഓക്കെ മക്കളെ, നമ്മളിപ്പോൾ ഇനി എന്നിട്ട് നമുക്ക് അതേ ക്ലാസ്സിൽ നോക്കി അമ്പാടിയിലേക്ക് നോക്കി, ഇനി വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം നോക്കി, 2 ടാക്സിക്കാർ. നമ്മൾ ആദ്യമേ പഠിച്ച പാഠഭാഗമാണത്. നമ്മളിപ്പോൾ നോക്കിയല്ലേ 2 ടാക്സിക്കാർ. അത് പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം സക്കറിയയുടെ ആണ്. അദ്ദേഹം അവിടെ വെള്ളച്ചാട്ടം കാണാൻ പോവുക. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലേ. 2 സാഹസിയിലും സിംബാബ്വേയിലും നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യത്യാസങ്ങളെല്ലാം അദ്ദേഹം അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കണം ആ ഒരു പോർഷൻസ്, ആ ഒരു പാഠഭാഗം കേട്ടോ. ആ ഒരു പാഠഭാഗം നന്നായിട്ട് വായിച്ച് പഠിക്കുക, വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം. പിന്നെ നമ്മളെന്താണ് കാളകൾ പാഠഭാഗം ഉണ്ടല്ലോ. എന്താണ് ആ കാളകൾ പാഠഭാഗത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ കാളവണ്ടി വലിക്കുന്ന കാളയെയും ജീവിതം മുന്നോട്ട്
മുന്നോട്ട് തള്ളി നീക്കാൻ ബുദ്ധിമുട്ടുന്ന മനുഷ്യനെയും ഏകദേശം ഒന്നിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ്? ജീവിതഭാരം കൊണ്ട് തോളത്ത് കനം തൂങ്ങുകയാണ്. മനുഷ്യൻ്റെ ജീവിതഭാരം ആണെങ്കിൽ പോലും തോളത്ത് എന്താണ് കനം വന്ന് നമ്മുടെ തോളുകൾ എന്താണ് കുനിഞ്ഞു പോവുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ആ വണ്ടി വലിക്കുന്ന കാളകളുടെയും തോളുകൾ കുനിഞ്ഞു പോയിരിക്കുകയാണ്. എന്താണ്? ജീവിതഭാരമേറുന്ന ആ വണ്ടിയുടെ ഭാരം വലിക്കുന്ന കാളകളുടെ തോളുകളും കുനിഞ്ഞു പോയിരിക്കുകയാണ്. പിന്നെ നമുക്ക് പിന്നീട് എന്താണ് പറയുന്നത്? അതിനകത്ത് ആരോഗ്യമില്ലാത്തൊരു മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ ആർക്കും ഒരു നഷ്ടവുമില്ല. അതേസമയം സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾ മരിക്കുമ്പോഴോ ഒരുപാട് കരച്ചിൽ നിലവിളിയും കൂട്ടം എല്ലാം ഉണ്ട്. അതിനെപ്പറ്റിയെല്ലാം നമ്മളതിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കാളകളെയും വണ്ടിക്കാരനെയും തമ്മിൽ സാദൃശ്യപ്പെടുത്തി പറയുന്നുണ്ട്, സാമ്യപ്പെടുത്തി പറയുന്ന ഭാഗങ്ങൾ കേട്ട് നന്നായിട്ട് പഠിക്കുക. അതല്ല കേട്ടോ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, കാളകൾ അമ്പാടിയിലേക്ക്, അതേ പ്രാർത്ഥന, വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം, 2 ടാക്സിക്കാർ. പിന്നെ നമ്മളുടെ ഉപപാഠ പുസ്തകമാണ് തേജസ്വിയായ വാഗ്മി. തേജസ്വിയായ വാഗ്മിക്കകത്ത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണ് പ്രത്യേകിച്ച് നമുക്ക് കുത്തിയിരുന്ന് കാണാതെ പഠിക്കേണ്ടുന്ന കാര്യമില്ല. അത് നമുക്ക് പറയുമ്പോൾ തന്നെ അത് എഴുതാം. അദ്ദേഹത്തിൻ്റെ പാശ്ചാത്യ പര്യടനത്തെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ? എന്താണ്? അദ്ദേഹം വിദേശ രാജ്യങ്ങൾ സഞ്ചരിക്കാൻ ഇടയായത്, സർവ്വമത സമ്മേളനത്തിന് വേണ്ടി അദ്ദേഹം പോകാൻ തുടങ്ങിയ കാര്യങ്ങളും, അത് അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം നേരിടേണ്ടി വന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്താണ് പിന്നെ നമുക്ക് എന്താണ് തേജസ്വിയെ വാഗ്മിയായിട്ട് ഒരു വിശ്വമാനവനായിട്ട് ആ നരേന്ദ്രൻ ഉയർന്നത് എങ്ങനെയെന്നുള്ള ചോദ്യമൊക്കെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെന്താണ്? പിന്നെ അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഘടയോഗം എന്ന് പറഞ്ഞ വിദ്യ ഉണ്ടായിരുന്നത്. ഘടയോഗം ഒരു വിദ്യ, അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിയാതെ പോയത്? എന്താണ് ഘടയോഗം എന്ന് പറഞ്ഞ വിദ്യ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണം നമ്മളത് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരുപാട് ഗുരുവിൻ്റെ അസൗകര്യം മൂലവും സുഖമില്ലായ്മ കാരണമൊക്കെ എന്താണ് അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ വേണ്ടി, ഘടയോഗം പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. പിന്നെ എന്താണ്? അദ്ദേഹം വിദേശത്ത് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിന് നേരിട്ട അനുഭവങ്ങളെ പറ്റി അദ്ദേഹം ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമൊക്കെ അറിയാമല്ലോ. അദ്ദേഹം ഭാരതം മൊത്തം ചുറ്റി സഞ്ചരിച്ച കാര്യമൊക്കെ. അദ്ദേഹത്തിന് ആരാവണമെന്നായിരുന്നല്ലോ കുഞ്ഞുനാളിലത്തെ ആഗ്രഹം? ആരാകണമെന്നായിരുന്നു ആഗ്രഹം? വണ്ടിക്കാരനാവണമെന്നായിരുന്നു, കുതിരവണ്ടിക്കാരനാവണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഓർമ്മയുണ്ടോ നിങ്ങൾക്കത്? അവസാനം അദ്ദേഹം ആരായി തീർന്നു? അദ്ദേഹം നമ്മുടെ ആ ഒരു ഭാരതത്തിൻ്റെ പേര്, നാമം ലോകത്ത് മൊത്തം കൊണ്ടു നടക്കുന്ന ഒരു കുതിരവണ്ടിക്കാരനായി തീർന്നില്ല അദ്ദേഹം. അത് പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു കഥ. വിവേകാനന്ദ കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആരാകാനായിരുന്നു ആഗ്രഹം? കുതിരവണ്ടിക്കാരനാകാനായിരുന്നു ആഗ്രഹം. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ വീട്ടിൽ വന്ന് അമ്മയോട് പറയും, അമ്മ ഇന്ന് ക്ലാസ്സിൽ സാർ എന്നോട് ചോദിച്ചു എന്ത് വലുതാകുമ്പോൾ എനിക്ക് ആകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് കുതിരവണ്ടിക്കാരനാകാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ സമയത്ത് എന്താണ്, അമ്മ കുഞ്ഞിനെ വഴക്ക് പറയുകയൊന്നും ചെയ്തില്ല. അമ്മ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് ഒരു വലിയ ഫോട്ടോയുടെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നോക്കുമ്പോനെ നീ ആഗ്രഹിക്കുന്ന ജോലി, നിനക്ക് കുതിരവണ്ടിക്കാരനാകാനല്ലേ ആഗ്രഹം, ആ ജോലിയാണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പടത്തിലേക്ക് നോക്കാൻ പറയും. എന്തായിരുന്നു ആർക്കെങ്കിലും പറയാമോ അത് എന്ത് ജോലിയായിരുന്നു എന്നുള്ളത്? ആരുടെ ജോലിയായിരുന്നു അത്? നമ്മുടെ ശ്രീകൃഷ്ണൻ അർജുനനെയും കൊണ്ട് മഹാഭാരത യുദ്ധത്തിന് പോവുകയാണ്. ആരാണ് തേരാളി? ആരാണ്? ശ്രീകൃഷ്ണനാണ് തേരാളി. ശ്രീകൃഷ്ണനാണ് ആ കുതിരവണ്ടിക്കാരൻ, പാർത്ഥസാരഥി, പാർത്ഥൻ്റെ സാരഥി. ഇപ്പോഴെന്താണ് ലോകത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ജോലിയല്ലേ കുതിരവണ്ടിക്കാരൻ്റെത്? അത് ആരാണ് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അന്നേരം ശ്രീകൃഷ്ണനാണ്. മഹാഭാരത യുദ്ധത്തിൽ അർജുനനെ തേരിലേറ്റി കൊണ്ടുപോകുന്ന സൂതനായിട്ട്, തേരാളിയായിട്ട് പോവുകയാണ് ശ്രീകൃഷ്ണൻ. അല്ലെ, അത്രയ്ക്ക് വലിയൊരു പോസ്റ്റല്ലേ ആഗ്രഹിച്ചത്. അതുകൊണ്ട് എന്താണ്, ആ അമ്മയ്ക്ക് അത് കേട്ടപ്പോഴത്തേന് വളരെ സന്തോഷം തോന്നിയ കാര്യമാണ്. തൻ്റെ മോൻ്റെ ആഗ്രഹം ഒരിക്കലും തെറ്റല്ലല്ലോ എന്ന് അമ്മയ്ക്ക് തോന്നിയതാണ്. അപ്പോൾ മക്കളെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. അടുത്ത വർഷം നിങ്ങളെന്താണ് 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ. ആ ഒരു ഓർമ്മയിൽ ഇത് പഠിക്കുക. 10ാം ക്ലാസ് എല്ലാം പഠിച്ചു തീർത്ത് പാസ്സാവുക. അതിനുശേഷം നമ്മളെന്താണ് വീണ്ടും 10ാം ക്ലാസ്സിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ മാഡത്തിനെ വിളിച്ച് ചോദിക്കുക. ഓക്കെ ചിൽഡ്രൻ, ബൈ.